മാസത്തിലുണ്ടാവുന്ന ഉസ്താദുമാരുടെ ആ ചെലവുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന്. അപ്പൊ ഇന്ന് 5 നേരത്തെ ഫുഡാണ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസം കൂടിയാണ്, അതുകൊണ്ട് തന്നെ വീടിന്റെ ഫ്രണ്ടിലോട്ടൊന്നും കാണുന്നേ ഇല്ല കേട്ടോ. അപ്പൊ 6 മണിക്കുള്ള കാലിച്ചായക്ക് വേണ്ടിയിട്ട് ഇതാ പഴം നിറച്ചതും അതുപോലെ തന്നെ ചായയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു നിറക്കുന്നതിനുള്ള ഫില്ലിംഗ് ഒക്കെ ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണികൾ ഒരുപാട് എളുപ്പമാവുമല്ലോ. അപ്പൊ ദാ പഴം നിറച്ചതും ചായയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ 6 മണിയാകുമ്പോൾ ഇത് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുഞ്ഞിപ്പത്തലും അതുപോലെ തന്നെ പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കുഞ്ഞിപ്പത്തലൊക്കെ ഞാൻ ആവിയിൽ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കറി റെഡിയാക്കി എടുത്തു. പിന്നെ പത്തിരിയും തലേന്ന് രാത്രി തന്നെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസം കൂടിയാണ്, അതുകൊണ്ട് തന്നെ 7 മണിയാകുമ്പോഴേക്കും മൊത്തം റെഡിയായി കിട്ടണം. അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ലഞ്ചിന് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. അപ്പൊ നാടൻ ചോറും അതുപോലെ തന്നെ പപ്പായ വെച്ചിട്ടുള്ള കറിയും പിന്നെ മീൻ വറ്റിച്ചതും മീൻ പൊരിച്ചതുമാണ് കേട്ടോ. വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സിന് ഇതാ ബ്രെഡ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് പാൽക്കപ്പയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കഷ്ണമീൻ മുളകിട്ടതും പിന്നെ ദാ നമ്മുടെ ചപ്പാത്തിയാണ് കേട്ടോ. അൽഹംദുലില്ലാ ഈ പ്രാവശ്യത്തെ ഉസ്താദുമാരുടെ ചെലവ് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.